ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചെയ്ത വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണകൾക്കും ഞങ്ങൾ അഗാധമായ നന്ദി അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ സർവകൃപാലുവായ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിർത്തിയതിന് ശേഷം ഒരല്പം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് ക്വാറൻറ്റൈൻ ഇവിടെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് റെക്കോർഡിങ് കറക്റ്റ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ ഇന്ന് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വഴിമുടക്കുന്നവനാർ എന്നുള്ള പരമ്പരയുടെ ഒന്നാമത്തെ വീഡിയോ ആണ് അത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ആ പരമ്പരയുടെ രണ്ടാമത്തെ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുൻപാകെ വരുന്നത്. ഞങ്ങളുടെ വീഡിയോകൾ ഏറ്റവും വ്യക്തമായ നിലയിൽ എംപറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന അവരുടെ പഠനങ്ങളെ, മലയാളികളായ ക്രൈസ്തവരെ വഴിതെറ്റിക്കുന്ന അവരുടെ പഠനങ്ങളെ വിമർശനാത്മകമായ നിലയിൽ പഠനവിധേയമാക്കി കേരള ക്രൈസ്തവരുടെ മുൻപാകെ അത് തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ വീഡിയോകളിലുള്ളത്. കാരണം എംപറർ ഇമ്മാനുവേൽ പ്രസ്ഥാനത്തിൻ്റെ ടീച്ചിങ്ങിലൂടെ, അവരുടെ വീഡിയോകളിലൂടെ അവർ കേരളത്തിലെ ക്രൈസ്തവരെ ഒക്കെയും ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. എങ്ങനെയാണ് അവർ വെല്ലുവിളിക്കുന്നത്? അവരുടെ പ്രവാചകനായ ജോസഫ് പൊന്നാറയനെ വിശ്വസിച്ചില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാനോ അംഗീകരിപ്പാനോ സാധിക്കുകയില്ല. മാത്രമല്ല, ഈ ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന മനുഷ്യനെ സ്വീകരിച്ചു എങ്കിൽ മാത്രമേ ദൈവിക രക്ഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നും, അതുമല്ല ലോകത്തിലുള്ള സകല ആളുകൾക്കും ഏക രക്ഷാമാർഗം മുരിയാടുള്ള ഈ എംപറർ ഇമ്മാനുവേൽ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് അവരോടുകൂടെ ചേരുക മാത്രമാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് സാമാന്യ വിശ്വാസമുള്ളവരും ദൈവവചനം ആഴമായി പഠിച്ചിട്ടുള്ളവരുമായ എല്ലാവരെയും സംശയത്തിലേക്കും അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയിലേക്കും ഒക്കെ അവരുടെ വീഡിയോസ് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ടീച്ചിങ് നിങ്ങൾ പരസ്യമായി പറയുമ്പോൾ അത് കേരളത്തിലെ ക്രൈസ്തവരായിരിക്കുന്ന ഞങ്ങൾക്ക്, നിങ്ങൾ മലയാളത്തിൽ മാത്രമാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്, മറ്റു ഭാഷകളിൽ ചെയ്താൽ ആ ഭാഷകളിലും മറുപടി ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോകളിൽ നിലവിലുള്ള എല്ലാ ക്രൈസ്തവ ഉപദേശങ്ങളെയും അത് തെറ്റാണ് എന്നും ശരി ഞങ്ങൾ പറയുന്നത് മാത്രമാണ് എന്ന് അവർ ശഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ഇത്തരം വീഡിയോകളിലൂടെ മറുപടി പറയേണ്ടി വരികയാണ്. വഴിമുടക്കുന്നവനാർ എന്നുള്ള വീഡിയോയുടെ മറുപടിയുടെ രണ്ടാമത്തെ ഭാഗമായി ഇതിൽ നമുക്കിപ്പോൾ ഒരു ക്ലിപ്പ് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവപുത്രന്റെ വരവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നാം സുവിശേഷത്തിന്റെ താളുകളിലേക്ക് ഒന്ന് മടങ്ങിച്ചെല്ലണം. 2000 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത്? ദൈവപുത്രന്റെ വരവിനെ കുറിച്ച് നമ്മെ അറിയിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു പ്രധാന മാർഗമാണ് അവന് മുൻപേ, ദൈവപുത്രന് മുമ്പേ ആരെയെങ്കിലും വഴിയൊരുക്കാൻ അയക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവില് ദൈവം ആരെയെങ്കിലും വഴിയൊരുക്കാൻ അയക്കുമോ? അങ്ങനെ വഴിയൊരുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? എങ്ങനെയാ വഴിയൊരുക്കുക? എവിടേക്കാണ് ഈ ദൂതൻ അയക്കപ്പെടുക? ആരാണ് ഇങ്ങനെ വഴിയൊരുക്കാൻ അയക്കപ്പെടുന്നത്? ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിൽ കർത്താവ് രഹസ്യമായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാം വരവിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അവന്റെ രണ്ടാം വരവിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് കേട്ടല്ലോ. അതിൽ അദ്ദേഹം വളരെ സുദീർഘമായിട്ട് തന്നെ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ഒന്നാം വരവിൽ സംഭവിച്ചതുപോലെ തന്നെ രണ്ടാം വരവിലും കാര്യങ്ങൾ സംഭവിക്കും. പല പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് അതിൽ നടത്തുന്നുണ്ട്. ഒന്നാം വരവിൽ എന്തെല്ലാമാണോ സംഭവിച്ചത് അതേ കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാം വരവിലും റിപ്പീറ്റ് ചെയ്യും, ആവർത്തിക്കപ്പെടും. ഇത് ഈ മുരിയാടുള്ള എംപറർ ഇമ്മാനുവേൽ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണിത്. ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടല്ലാതെ ഇവർക്ക് ഇവരുടെ ഉപദേശം സ്ഥാപിക്കാൻ സാധ്യമല്ല. ഏത് പ്രസ്താവന? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ, അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് യഹൂദ സമുദായത്തിലും തിരുവെഴുത്തുകളിലും
കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രസ്താവനയാണ്. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തൊന്ന് പരിശോധിച്ചാൽ എംപറർ ഇമ്മാനുവേലുകാർ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ തിരുവെഴുത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാനില്ല. അതായത് ഒന്നാം വരവിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാം വരവിലും ആവർത്തിക്കുമെന്ന് ഇവർ പറയുന്നു എന്നുള്ളതല്ലാതെ കണ്ട് ബൈബിളിൽ നിന്ന് അങ്ങനെ ഒരു തിരുവെഴുത്ത് കാണിച്ചു തരാൻ ഇവർക്കില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇവരുടെ ഉപദേശത്തിന്റെ നെടുന്തൂണായിരിക്കുന്ന കാര്യം ഇവർ അവതരിപ്പിക്കുന്നത് ഇവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നോ സ്വന്തം ചിന്തയിൽ നിന്നോ. തിരുവെഴുത്തിൽ അതിനൊരു ഫൗണ്ടേഷനും ഇല്ല. ചലഞ്ച് ചെയ്യുകയാണ് ഞങ്ങൾ. ഒരു വാക്യം നിങ്ങൾ കാണിച്ചു തരൂ. ഒന്നാം വരവിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാം വരവിലും ആവർത്തിക്കുമെന്നുള്ളതിന് തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യവുമില്ല. ഇല്ലാതെ അങ്ങനെ കാണിക്കാനാ? ഇനി ഇവർ കാണിക്കുകയാണെങ്കിൽ, ഞാനിവരോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോഴൊക്കെ ഇവർ എടുത്തു കാണിക്കാൻ ശ്രമിച്ച വാക്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് ഇവർ അതിന് ആധാരമായി, ഇവരുടെ ഈ ടീച്ചിങ്ങിന് അടിസ്ഥാനമായി ഇവർ കൊണ്ടുവരുന്ന വാക്യം. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ വാക്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മരിച്ച് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് ഉയർന്നു പോകുമ്പോൾ മേഘങ്ങൾ അവനെ മറച്ചു കഴിയുമ്പോൾ 2 ദൂതന്മാർ പ്രത്യക്ഷനാകുകയും അവർ ഈ ശിഷ്യവൃന്ദത്തെ നോക്കിയിട്ട് ആകാശത്ത് നിന്ന് അപ്പോൾ ഒരു സ്വരം കേൾക്കുകയും ചെയ്യുന്നു. ശിഷ്യവൃന്ദം നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് നിന്ന് ദൂതന്മാരുടെ ശബ്ദം കേൾക്കുന്നു. അത് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇതാണ് വാക്യം. ഈ വാക്യം വെച്ചിട്ടാണ് ഇവർ ഒന്നാമത്തെ വരവിൽ സംഭവിച്ച എല്ലാ അടയാളങ്ങളും രണ്ടാം വരവിൽ സംഭവിക്കുമെന്ന് പഠിപ്പിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇവർ വായിക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നിലയിൽ, ഇവർ വായിച്ച് വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു നിലയിൽ. പിന്നെ ഇവർ പറയാറുണ്ട്, ഞങ്ങളൊന്നും വ്യാഖ്യാനിക്കാറില്ല, ഞങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെ പിൻപറ്റുകയാണെന്ന്. അങ്ങനെ തന്നെയൊന്നും അല്ല ഇവർ പിൻപറ്റുന്നത്. തെറ്റായ വ്യാഖ്യാനം അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവർ കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. ആ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ദൂതന്മാർ പറയുകയാണ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ. അപ്പം ആ സമയത്തെ ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് എന്താണോ വിഷയീഭവിച്ചത്, സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നവനായി കണ്ടു. അതുപോലെ തന്നെ പോകുന്നവനായി കണ്ടതുപോലെ എന്ത് സംഭവിക്കും? അവൻ വീണ്ടും വരും. അങ്ങോട്ട് എങ്ങനെയാണോ പോയത് അതുപോലെ അവൻ വരും. അവൻ വീണ്ടും വരാൻ പോകുന്നത് അങ്ങനെയാണ്. അപ്പം രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആ വാക്യം പറയുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്തെ മാത്രമാണ് അവിടെ കുറിക്കുന്നത്. പോയതുപോലെ വരും. നിങ്ങൾ പോകുന്നത് എങ്ങനെയാണോ കണ്ടത് അങ്ങനെ തന്നെ വരും. അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരും. അത് കാണുമെന്നാണ് അവിടെ ദൂതന്മാർ പറയുന്നത്. എന്നാൽ ഈ വാക്യം എടുത്തു വച്ചിട്ട് ഇവർ പഠിപ്പിക്കുന്നത്, ആദ്യം കർത്താവ് വന്നപ്പോൾ യഹൂദന്മാർ അവനെ കൈക്കൊണ്ടില്ല, അതുപോലെ ഇപ്പോൾ കർത്താവ് വരുമ്പോൾ ഇപ്പോഴത്തെ പ്രമാണിമാരായ സഭയുടെ നേതൃത്വം അവനെ കൈക്കൊള്ളില്ല. ആദ്യം വന്നപ്പോൾ കർത്താവ് വന്നത് ആരും അറിഞ്ഞില്ല, രഹസ്യത്തിലാണ് വന്നത്. അതുപോലെ ഇപ്പോഴും രഹസ്യത്തിൽ വന്നിരിക്കുകയാണ്. ആദ്യം വന്നപ്പോൾ പ്രവാചക വചനങ്ങളിൽ പറയുന്ന ഒന്നും യഹൂദന്മാർക്ക് മനസ്സിലായില്ല, അതുപോലെ ഇപ്പോഴത്തെ സഭയ്ക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം വന്നപ്പോൾ ഒരു ദൂതനെ അയച്ചു, മുന്നിൽ വഴിയൊരുക്കുവാൻ വേണ്ടി സ്നാപക യോഹന്നാനെ അയച്ചു, അതുപോലെ ഇപ്പം ഞങ്ങളുടെ സാറിനെ അയച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നാമത്തെ വരവിൽ യഹൂദിന് പറ്റിയ എല്ലാ വീഴ്ചകളും ദൈവസഭയുടെ മേളിൽ ചാരി വെച്ചിട്ട്
ഞങ്ങളിപ്പോൾ അവതരിപ്പിക്കുന്ന ഈ എംബറർ ഇമ്മാനുവേലിനെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നത് പഴയ യഹൂദന്റെ അവസ്ഥയിലാണ് നിങ്ങൾ എന്നിങ്ങനെ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് കുളമാക്കുക. ഇത് വല്ലതും ഈ വേദഭാഗത്ത് പറയുന്നുണ്ടോ? ആകാശത്തിലേക്ക് പോയവനായി നിങ്ങൾ കണ്ടതുപോലെ ആകാശത്തിലൂടെ തിരിച്ചു മടങ്ങി വരും. ഈ മടങ്ങിവരവിനെ കുറിച്ച് മാത്രമാണ് ആ വേദവാക്യം പറയുന്നത്. മറ്റൊരു കാര്യവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഇത് വിട്ട് മറ്റു വേദഭാഗങ്ങൾ എടുക്കുക. വേറെ ഏത് വേദഭാഗത്താണ് എഴുതിയിരിക്കുന്നത് ആദ്യ വരവിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളും അടയാളങ്ങളും അങ്ങനെ തന്നെ കർത്താവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കുമെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇനി ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം എങ്ങനെ ആകണമായിരുന്നു? ആ വാക്യം വരേണ്ടത് ഇങ്ങനെയല്ലേ? അല്ലയോ ഗലൂര പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശു ആദ്യം വന്നപ്പോൾ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ അവൻ വീണ്ടും വരും എന്നല്ലേ പറയേണ്ടത്? ആദ്യ വരവിൽ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ അവൻ വീണ്ടും വരുമെന്നല്ലേ പറയേണ്ടത്? പക്ഷെ അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ അവനെ പോകുന്നവനായി കണ്ടതുപോലെ. ഏത്? ആ പോക്കിനാണ് പ്രാധാന്യം. നിങ്ങൾ എങ്ങനെയാണോ അവൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി പോകുന്നവനായി കണ്ടത്, അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ രണ്ടാമതും വീണ്ടും മടങ്ങി വരും. അപ്പൊ ആ പോക്കിനാണ് ആ വാക്യത്തിൽ പ്രാധാന്യം. അതിനു പകരം ഇവർ കൊടുക്കുന്ന പ്രാധാന്യം വരവിനാണ്. അവിടെയാണ് ഇവർക്ക് തെറ്റിയത്. രഹസ്യത്തിൽ വരുമെന്ന് വന്ന് എവിടെയോ ആർക്കും അറിയാൻ മേലാതെ ഒളിച്ചു കളിക്കുമെന്ന് മറഞ്ഞിരിക്കുമെന്ന് പഠിപ്പിക്കുവാൻ മറ്റൊരു വാക്യം ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവർ ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. പോകുന്നത് പോലെ എന്നുള്ളത് ഇവരങ്ങ് വിഴുങ്ങി. എന്നിട്ട് പറയാണ് എങ്ങനെ? വന്നതുപോലെ വീണ്ടും വരുമെന്ന്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ഇദ്ദേഹം ഘോരം പ്രസംഗിക്കുകയാണ്. ഒന്നാമത് വന്നതുപോലെ വീണ്ടും വരും, ഒന്നാമത് വന്നതുപോലെ വീണ്ടും വരും. ഒന്നാമത് വന്നതുപോലെ എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിൾ എഴുതിയിരിക്കുന്നത് പോയതുപോലെ. എങ്ങനെയാണോ സ്വർഗാരോഹണം ചെയ്തത് അങ്ങനെ തന്നെ ഈ തിരിച്ചുള്ള വരവ്. അസെൻഷനും ഡിസെൻഷനും സംഭവിക്കും. ഉയർന്നു പോയതുപോലെ താണിറങ്ങി വരുമെന്ന ആ വേദവാക്യം. അതിനെയാണ് പരിശുദ്ധാത്മാവ് രേഖയാക്കിയിരിക്കുന്നത്. അല്ലാതെ എംബറർ ഇമ്മാനുവേലിന്റെ പണ്ഡിതൻ ഒന്നാമത് വന്നതുപോലെ രണ്ടാമത് വരുമെന്ന് 20 മിനിറ്റോളം ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ല എൻ്റെ പൊന്നു സ്നേഹിത. തിരുവെഴുത്തിനെ കോട്ടിക്കളഞ്ഞ് നിങ്ങൾ എത്ര പ്രസംഗിച്ചു വെച്ചാലും ഞങ്ങളെ പോലെയുള്ളവർ ആ വസ്തുത മലയാളക്കരയിലെ ക്രൈസ്തവരെ ചൂണ്ടിക്കാണിക്കും. വചനം കോട്ടി ദൈവജനത്തെ തെറ്റിച്ച് കളയാമെന്നുള്ള എംബറർ ഇമ്മാനുവേൽ എന്ന സംഘടനയുടെ ഒരു തന്ത്രത്തെയും കേരള ക്രൈസ്തവർ ഇനി അനുവദിച്ച് നൽകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ തിരുത്തി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ മാറ്റി ചിന്തിക്കുക, സത്യം പഠിപ്പിക്കാൻ ശ്രമിക്കുക. ജനത്തെ വഴിതെറ്റിക്കാമെന്നുള്ള വ്യാമോഹം അത് അസ്ഥാനത്താണ്. ഇപ്പൊ നമ്മൾ കേട്ട ക്ലിപ്പിന്റെ ഒരു മറുപടി മാത്രമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. മറ്റ് ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ തരുന്നതാണ്. ഇദ്ദേഹം നീട്ടി പ്രസംഗിച്ചു വച്ചിരിക്കുന്ന വീഡിയോസ് കട്ട് ചെയ്ത് എല്ലാത്തിനും മറുപടി പറഞ്ഞു പോകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഏത് ക്ലിപ്പിനാണ് മറുപടി പറയാൻ പോകുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഇപ്പോൾ നമുക്കൊന്ന് കാണാം. യേശു ക്രിസ്തുവിന് വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങണമെങ്കിൽ അവർക്ക് വ്യക്തമായ കോൺക്രീറ്റായ ഉറപ്പുള്ള ഒരു ബോധ്യം കിട്ടണം. ഈ തലമുറയിൽ കർത്താവ് വരും. തങ്ങൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ കർത്താവ് ഈ ഭൂമിയിൽ നമ്മുടെ മധ്യയെ വെളിപ്പെടുമെന്ന ഉറച്ച ബോധ്യം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചാൽ മാത്രമേ, ദൈവത്തിൽ നിന്നൊരു ഉറപ്പ് നമുക്ക് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ സാധിക്കുള്ളൂ. ഇന്ന് വരെ ഒരു സമൂഹം അങ്ങനെ ഒരുങ്ങിയിട്ടില്ല. ഇനി ആരെങ്കിലും വ്യർത്ഥമായി ഒരുങ്ങി കരുതിയിരുന്നാലും അവരുടെ ആരുടെയും അടുത്തേക്ക് യേശു ക്രിസ്തു വന്നിട്ടില്ല. അതുകൊണ്ട് ആരും ഒരുങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാണ്. ഈ ക്ലിപ്പിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.